നമ്മുടെ ബ്രെയിനിലെ ഓർമ്മശക്തി അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിൻ പവർ എന്ന് വെച്ചാൽ അത് ബേസിക്കലി നമ്മൾ ഇൻഹെറിറ്റ് അതിൻ്റെ മെയിൻ ഫാക്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻഹെറിറ്റ് ചെയ്യുന്നത് നമ്മുടെ ജീനാണ് അതിനെ ഡിറ്റർമിൻ ചെയ്യുന്നത്. അതായത് നമ്മുടെ മാതാപിതാക്കളുടെ ജീനിൽ നിന്നാണ് നമുക്ക് നമ്മുടെ ബ്രെയിൻ പവർ ഇൻഹെറിറ്റ് ചെയ്യുന്നത്. അതാണ് അതിൻ്റെ മെയിൻ ഫാക്ടേഴ്സ്. പക്ഷേ നമുക്ക് ചില കാര്യങ്ങൾ ചില പ്രക്രിയകൾ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ നമ്മുടെ ബ്രെയിനിലെ പവർ അല്ലെങ്കിൽ മെമ്മറി ഒരു പരിധി വരെ ഇമ്പ്രൂവ് ചെയ്യാൻ നമുക്ക് സാധിക്കും. അതിൽ വളരെ പ്രധാനപ്പെട്ട പറയുന്ന ഒരു കാര്യമാണ് ബ്രെയിൻ എക്സസൈസസ് എന്ന് പറഞ്ഞാൽ. ബ്രെയിൻ എക്സസൈസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ബ്രെയിൻ വർക്കൗട്ട് എന്ന് പറയും. അതായത് നമ്മുടെ നെർവ്സ്, നമുക്ക് മസിൽ വർക്കൗട്ട് എന്ന് പറയുന്നത് നമുക്കറിയാം. അത് ഈ നമ്മൾ ഓരോ ജിമ്മിൽ പോയി ഓരോ എക്സസൈസ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ മസിൽസിൻ്റെ സ്ട്രെങ്ത് കൂട്ടുന്നതും മസിൽസിൻ്റെ പവർ കൂട്ടുന്നതും അതിൻ്റെ എഫിഷ്യൻസി കൂട്ടുന്നത് ആണ് മസിൽ വർക്കൗട്ട്. അതുപോലെ തന്നെ ബ്രെയിൻ വർക്കൗട്ട് എന്ന് പറഞ്ഞ ഒരു സംഭവമുണ്ട്. അതായത് ബ്രെയിനിലെ നെർവ്സിൻ്റെ പവർ നമ്മളിങ്ങനെ ഓരോ പല കാര്യങ്ങളും ചെയ്ത് നമ്മുടെ ബ്രെയിനിലെ പവർ ഇങ്ങനെ പതുക്കെ പതുക്കെ കൂട്ടിക്കൊണ്ടുവരാൻ ചെയ്യുന്ന ഒരു കാര്യമാണ് ബ്രെയിൻ വർക്കൗട്ട്. അപ്പോൾ എന്താണ് ഈ ബ്രെയിൻ വർക്കൗട്ട്? അത് ഓരോരുത്തർക്കും ഒരാൾക്ക് എങ്ങനെയാണ് അവർക്ക് ബ്രെയിൻ വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്നത്? അപ്പോൾ ഇതിന് ബേസിക്കലി ഇതിനെ ഡിറ്റർമിൻ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാഷൻ, ഒരാൾക്ക് അവരുടെ പാഷൻ എന്താണെന്നാവും ആ പാഷൻ ഇങ്ങനെ കൂടുതൽ ചെയ്യുമ്പോഴാണ് ബ്രെയിനിലെ നെർവ്സ് ഭയങ്കരമായിട്ട് സ്റ്റിമുലേറ്റ് ആവുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ പാട്ടിൽ ഭയങ്കര കഴിവുള്ള ആൾക്കാരാണെങ്കിൽ നമ്മൾ ആ പാട്ടിൽ നമ്മൾ ഇഷ്ടമുള്ള ഒരു ഫീൽഡിൽ ആ ഒരു പാട്ടിലാണെങ്കിൽ ആ പാട്ടിനെ അതിൻ്റെ ഏറ്റവും അങ്ങറ്റത്തേക്ക് ഇങ്ങനെ ട്രെയിൻ ചെയ്ത് അതിൻ്റെ ഏറ്റവും മാക്സിമം നമ്മൾ പഠിക്കാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ കഴിയും. നമ്മുടെ ഓരോ നെർവ്സും അതനുസരിച്ച് പെട്ടെന്ന് സ്റ്റിമുലേറ്റർ ആവും. അപ്പോൾ നമ്മുടെ പാഷൻ അനുസരിച്ച് നമ്മൾ അതിനെ ബ്രെയിനിൽ സ്റ്റിമുലേറ്റ് ചെയ്യുന്നതാണ് ഈ ബ്രെയിൻ വർക്കൗട്ടാണ് ഉദ്ദേശിക്കുന്നത്.